ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളെ വീടുകളിൽ ഉണ്ടാക്കുന്ന കൂട്ടാൻ ചോറാണ്. അത് വളരെ ഈസിയാണ്, എന്നാൽ എല്ലാ ഹെൽത്തായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഞാനൊരു 2.5 ഗ്ലാസ് 3 ഗ്ലാസോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് പുളിവെള്ളം തന്നെയാണ്. അതിൽ തന്നെ പുളി പിഴിഞ്ഞെടുത്തിട്ട് ആ ചാറ് ഇതിലേക്ക് ഒഴിക്കുന്ന കുക്കറിൽ അടുപ്പ് കത്തിച്ച് അതും ഒന്ന് തിളച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഓരോ ചേരുവകളായിട്ട് ചേർക്കും. ആദ്യം പരിപ്പ് ഒരു 1/2 കപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അത് തോരൻ പരിപ്പ് തന്നെ. ആ 1/2 കപ്പ് പരിപ്പ് വേവിച്ചത് അതിലേക്ക് ചേർക്കും. പിന്നെ ഞാൻ പച്ചക്കറികൾ ഇത്തിരി ചേന ചേർത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് ചേർത്തിട്ടുണ്ട്, മാങ്ങ, പിന്നെ മുരിങ്ങക്കോല്, ബ്രിഞ്ചാൽ, ഇതൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ വെണ്ടയ്ക്ക പോലെ കുഴയുന്നത് അധികം ചേർക്കണ്ട. പിന്നെ ഒരു മുരിങ്ങച്ചീര വളരെ നല്ലതാണ് കേട്ടോ, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്രയും വെച്ചിട്ട് മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഉപ്പ് ആവശ്യത്തിലുള്ള കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് അരി 1 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അടുപ്പ് ഓൺ ചെയ്ത് ഒന്ന് സിമ്മിലിട്ട് തന്നെ വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ ജീരകം ഒരു 1/2 സ്പൂണും ഒരു 10 വെളുത്തുള്ളിയും ഇതൊന്ന് മിക്സിയിൽ അരച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ കടുക് വറുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചത് നമ്മൾ ഇതിലേക്കിട്ട് ഒന്ന് നല്ല ആ മണം വരാനായിട്ട് ഒന്ന് നമ്മൾ മൂപ്പിക്കും. പിന്നെ ഇത്തിരി എണ്ണ നല്ലപോലെ തന്നെ ഒഴിക്കുക. നമ്മൾ കുറച്ച് ഇടയ്ക്ക് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു സാമ്പാർ സാധത്തിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ നെയ്യും കൂടെ ഇത്തിരി ചേർക്കുന്നത്. എന്നിട്ട് ഈ വെളുത്തുള്ളിയും ആ ജീരകവും കൂടെ ചതച്ചെടുത്താൽ മതി. അതൊന്ന് ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ല ഒരു ഇതായിട്ട് വരും. അപ്പോൾ കായം ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രൈ ആവുന്ന കായത്തിലേക്ക് നല്ല മണമാണ്. പിന്നെ ഇത്തിരി നെയ്യും കൂടെ ഇതൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് വറുത്തിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇപ്പം നമുക്ക് ചേർക്കാൻ വെച്ചാൽ ഈ അടുപ്പ് അങ്ങ് താഴ്ത്തി വെച്ചിട്ട് തന്നെ അത് കുക്ക് ചെയ്യുന്നത്. ആവി കയറ്റി ഇട്ടിട്ടുണ്ടാകും, പക്ഷെ ആവി വരുന്നതിന് മുമ്പ് തന്നെ അടയ്ക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനൊക്കെയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അടുപ്പിൽ പാത്രത്തിൽ വെക്കുന്നവരുമുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ഇത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ ഈസി റെസിപ്പീസ് ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ബൈ.